ഇപ്പൊ ഈ വാഹനത്തിന് സ്വാഭാവികമായിട്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ആള് മരിച്ചു പോയതിനു ശേഷം പണം കിട്ടിയിട്ട് കാര്യമില്ല എങ്കിൽ പോലും കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയതായിരിക്കും. ഇപ്പൊ ഒരു സ്നേഹത്തിന്റെ പുറത്ത് ഇദ്ദേഹം ആ വാഹനം കൊടുത്തു. അദ്ദേഹത്തിന് വരാൻ പോകുന്ന ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റാത്ത വലിയ ലൈബിലിറ്റി വരാൻ പോകുക. എന്താ വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി 3-4 കാര്യങ്ങളിൽ ഒബ്ജക്ഷൻ പറയും. ഒന്ന്, അദ്ദേഹത്തിന്റെ ബ്ലഡ് റിലേഷനിലല്ല ഈ വാഹനം കൊടുത്തിരിക്കുന്നത്. 2, 6 പേർക്ക് അല്ല 7 പേർക്ക് കയറാവുന്ന വാഹനത്തിൽ 11 പേര് കയറി. ഈ 2 ഘടകങ്ങൾ കൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനി കൈമലർത്തും എന്നുള്ള കാര്യത്തിൽ ഇത് നമുക്ക് മറ്റുള്ളവർക്കൊക്കെ ഒരു പാഠമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ, നമുക്ക് 2 വീലറിലൊക്കെ പോകുന്ന എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പഠിക്കുന്ന മക്കളെ, അവർ നിങ്ങളെയൊക്കെ ഒരു എൻട്രൻസ് പാസ്സാക്കി നാളുകളിൽ നിങ്ങൾക്ക് MBBS കഴിഞ്ഞ് നിങ്ങളുടെ PG, MD അല്ലെ MS ഒക്കെ അതിനുവരെ സീറ്റ് ബുക്ക് ചെയ്ത മാതാപിതാക്കളുടെ വീട്ടിലേക്ക് ആംബുലൻസിൽ മൃതദേഹവുമായിട്ട് ചെല്ലുന്നത് എന്നെ പോലെയുള്ള ആളുകൾക്കല്ല, ആ രക്തബന്ധത്തിലുള്ളവർക്കും താങ്ങാവുന്നതിൽ അപ്പുറമാണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യം, തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണുള്ളതെങ്കിൽ താങ്കൾക്കുണ്ടാകാൻ പോകുന്ന ഭീമമായ ബാധ്യതയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. ആ രീതിയിൽ ഒരാശങ്കയുണ്ടോ? ഇപ്പോൾ ഉപേന്ദ്രനാരായണൻ പറഞ്ഞു നിർത്തുന്നത് താങ്കൾ ഒരു നോ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അപകടം ഉണ്ടാകില്ല എന്നതാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ മാക്സിമം വണ്ടി കൊടുക്കാതിരിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ് ചോദിച്ചപ്പോൾ. പിന്നെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ വണ്ടിയെല്ലാം ഓടിക്കുന്നതാണ്, ഞങ്ങളുടെ വീട്ടിൽ താർ ജീപ്പും ഫോർച്യൂണറൊക്കെ ഉള്ളതാണ്, എല്ലാ വണ്ടിയും അവനെ ഓടിക്കുന്നതാണ്, എനിക്ക് ധൈര്യത്തെ കൊടുത്തു വിട്ടോ എന്ന് പറഞ്ഞു. ആ ഒരു സമാധാനത്തിലാണ് വണ്ടി കൊടുത്തു വിട്ടത്. അല്ല, ഈ കുട്ടികൾക്ക് 18, 19, 20 മുകളിൽ പ്രായമുള്ള ഒരു കുട്ടി പോലും ഇല്ല ഈ സംഘത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് പരിശീലനമുണ്ടോ, കൈകാര്യം ചെയ്യാൻ അറിയുമോ, അങ്ങനെയൊന്നും താങ്കൾക്കൊരാശങ്ക തോന്നിയിരുന്നില്ലേ? എൻ്റെ നിന്ന് വണ്ടി എടുത്തത് മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ പാർട്ടിയാണ്, പയ്യനാ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. കുട്ടിയല്ല പക്ഷെ വാഹനം ഓടിച്ചത്. അവൻ്റെ വീട്ടിൽ വണ്ടി ഉണ്ടെന്നും അവൻ ഈ വണ്ടി എല്ലാം അവൻ ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ 6 പേരെ പോകുന്നുള്ളതെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയത്. വേറൊരാൾ മാറി ഓടിക്കുമെന്നുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. ഈ വണ്ടി താങ്കളിൽ നിന്ന് എടുത്തയാൾക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അല്ലേ? അതെ, വണ്ടി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതൊക്കെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോയത്. ഈ ഇൻഷുറൻസിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നുവല്ലോ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണോ വണ്ടിക്കുള്ളത്? അതെ, തേർഡ് പാർട്ടിയാ. ആശങ്കയുണ്ടോ? അപകടം പറ്റുമെന്നുള്ള ചിന്തയല്ലല്ലോ തേർഡ് പാർട്ടി എടുക്കുന്നത്. തേർഡ് പാർട്ടി ആയതുകൊണ്ട് ഒരു ആശങ്കയുണ്ട്. സംസാരിച്ചിരുന്നോ ഇൻഷുറൻസ് കമ്പനിയായി മറ്റോ സംസാരിച്ചിരുന്നോ ഇതിനോടകം? ഏതാ? ഇൻഷുറൻസ് കമ്പനി അധികൃതരുമായി സംസാരിച്ചിരുന്നോ? ഇല്ലില്ല, സംസാരിച്ചിട്ടില്ല. അതിനുശേഷം മുഹമ്മദ് ജബ്ബാറിൻ്റെ സഹോദരനോ അവരൊക്കെ വലിയ വിഷമത്തിലായിരിക്കും. ആരെങ്കിലും വിളിച്ചിരുന്നോ? ബന്ധുക്കൾ, കുട്ടികളുടെ ബന്ധുക്കൾ ആരെങ്കിലും താങ്കളെ കോൺടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അളിയനുമായിട്ട് ഒരു ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ മരിച്ചവരുമായിട്ടുള്ള രീതിയിൽ അവരുമായിട്ട് ഈ വാഹനമായിട്ടുള്ള രീതിയിൽ ബന്ധപ്പെട്ടിട്ടില്ല. ഈ നമുക്ക് ഈ ആക്സിഡന്റിന്റെ CCTV ദൃശ്യങ്ങളിൽ കാണാം. ആ പിള്ളേർ മരിച്ചാൽ പറഞ്ഞോളൂ. ഞാൻ കണ്ടായിരുന്നു, ഞാൻ CCTV ദൃശ്യം ഞാൻ കണ്ടിരുന്നു. താങ്കൾ പറഞ്ഞു വന്നത് പൂർത്തിയാക്കിക്കോളൂ. കുട്ടികളുടെ ബന്ധുക്കൾ കുട്ടികളുടെ ബന്ധുക്കൾ എൻ്റെ അളിയനുമായിട്ട് മണ്ടാനം ഹോസ്പിറ്റലിലൊക്കെ വന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചു. ഈ മുഹമ്മദ് ജബ്ബാർ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആൾക്കാർ. ഈ വാഹനത്തിൻ്റെ ഇടതുഭാഗത്തെ 2 ഡോറുകൾ, ആ ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ആ ബോഡി അങ്ങനെ വീക്കായിരുന്നോ? വാഹനത്തിൻ്റെ ബോഡി വീക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? മാത്രവുമല്ല, ഈ ഗ്ലാസ്സിൽ ലൈറ്റ് അടിക്കുമ്പോൾ, പഴക്കമുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഏത് വാഹനമാണ് വരുന്നതെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് പറയുന്നു. അങ്ങനെ ക്ലാരിറ്റി കുറവുണ്ടോ? ഉണ്ടായിരുന്നോ? താങ്കൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല,
ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എ സി ഒക്കെ നല്ല വർക്കിംഗ് ആണ്. എ സി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗ്ലാസ്സൊക്കെ നീറ്റാകും മഴയത്താണെങ്കിലും.